LSD സെക്രട്ടറി പരീക്ഷയിൽ മെയിൻസ് എക്സാമിൽ പേപ്പർ 2 ടോപ്പിക്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻസിലെ പേപ്പർ 2 വരുന്നൊരു ടോപ്പിക്കാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ത്രിഫ്റ്റ്. സ്വയം സഹായ സംഘങ്ങൾ, അതുപോലെ ത്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മിതവ്യയം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ന്യായമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യത്തിനൊക്കെയാണ് നമ്മൾ ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ മെയിൻലി എന്താണ്, അതിലൂടെ നമുക്കറിയാം അല്ലേ, കുടുംബശ്രീ നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. വളരെയധികം നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു സ്വയം സഹായക സംഘമാണ് കുടുംബശ്രീ എന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് പണത്തെ കൈകാര്യം ചെയ്യുന്നത്, അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടല്ലേ. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സ്വയം സഹായക സംഘങ്ങളെല്ലാം ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ലക്ഷ്യമിട്ടു കൊണ്ടുകൂടെയാണ്. അപ്പോൾ വളരെ ചെറിയ തോതിലുള്ള തുകകൾ സേവ് ചെയ്ത് പിന്നീട് അത് എങ്ങനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതൊക്കെ സ്വയം സഹായ സംഘത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ത്രിഫ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മിതവ്യയം എന്നൊക്കെ ഉള്ളതാണ് കൃത്യമായിട്ടുള്ള മലയാളാർത്ഥം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാമ്പത്തികമായിട്ട് എങ്ങനെ സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ത്രിഫ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറച്ചധികം ടോപ്പിക്സ് പഠിച്ചു അല്ലേ. മെയിൻസിൽ പേപ്പർ 2 വരുന്ന ടോപ്പിക്സ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ആ ഒരു പേപ്പർ 2 വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ അപ്പോൾ അതിൽ കുറച്ചധികം ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സും ത്രിഫ്റ്റും എന്നുള്ളൊരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, യെസ്. അപ്പോൾ സ്വയം സഹായ സംഘങ്ങൾ അഥവാ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അപ്പോൾ ആദ്യം എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്റ്റേറ്റിൽ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള കുടുംബശ്രീ എടുത്താൽ മതി. അപ്പോൾ അതുപോലെ, അതായത് ഏതെങ്കിലും ഒരു സാമൂഹികമോ സാമ്പത്തികമോ ആയ ആവശ്യങ്ങൾക്കായി രൂപീകരിച്ച ഒരു പ്രദേശത്തെ ഒരു 10 to 20, 10 മുതൽ 20 വരെയുള്ള ആളുകളുടെ ഗ്രൂപ്പുകളാണ് നമ്മൾ സ്വയം സഹായ സംഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, SHG എന്ന് നമ്മളതിനെ ഷോർട്ടാക്കിയിട്ട് പറയും. അപ്പോൾ അത്തരത്തിൽ സാമൂഹികമായിട്ടോ സാമ്പത്തികമോ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രദേശത്തെ 10 to 20 വരെ ആളുകളുടെ ഒരു ഗ്രൂപ്പുകളെയാണ് നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് മെയിൻലി എങ്ങനെയാണ്, അതിന് ഇടയിലുള്ള അംഗങ്ങൾക്കിടയിൽ തന്നെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ടിട്ടാണ് ഒരുവിധം എല്ലാ സ്വയം സഹായ സംഘങ്ങളും രൂപീകരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതാണ്, ഒരു അംഗങ്ങൾക്കിടയിൽ ഒരു സാമ്പത്തിക ഭദ്രത എന്നുള്ളതാണ് ലക്ഷ്യം. അതുപോലെ ഈ സ്വയം സഹായ സംഘങ്ങൾ അത് രജിസ്ട്രേഷനോട് കൂടിയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലാതെയോ അത് നിലനിൽക്കും. അത് പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം, ഒരു രജിസ്ട്രേഷൻ ആവശ്യമാണ് എന്നുള്ള നിബന്ധനകളൊന്നുമില്ല. രജിസ്ട്രേഷനോട് കൂടിയോ അല്ലാതെയോ സ്വയം സഹായ സംഘങ്ങൾ നിലനിൽക്കും. അപ്പോൾ സ്വയം സഹായ സംഘങ്ങൾ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി നമ്മൾ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു സ്വയം സഹായ സംഘം അത് ആരംഭിച്ചത് ബംഗ്ലാദേശിൽ ഗ്രാമീൺ ബാങ്കിൽ നിന്നാണ്. ആദ്യമായിട്ടൊരു ഇത്തരത്തിലൊരു SHG അഥവാ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതായത് സ്വയം സഹായ സംഘം ആദ്യമായിട്ട് വന്നത്
ബംഗ്ലാദേശിലെ ഗ്രാമീൺ ബാങ്കിൽ നിന്നാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമാണ് അല്ലേ ബംഗ്ലാദേശ്. അപ്പോൾ അവിടെ ദരിദ്രരായ വ്യക്തികൾക്ക് അതുപോലെ വനിതകൾക്കൊക്കെ ബിസിനസ് ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഉള്ള ബിസിനസ് വിപുലീകരിക്കുന്നതിനൊക്കെ വേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ടി ചെറിയ വായ്പകൾ നൽകുന്നതിനായിട്ട് 1975 ചിറ്റഗോങ് സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ആണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ഒരു എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇതാണ്. ബംഗ്ലാദേശിലാണ് ആദ്യമായിട്ട് ഇത്തരം ഒരു കാര്യം വന്നത്. തുടർന്ന് അത് പിന്നീട് പല രാജ്യങ്ങളിലേക്കും ഒക്കെ, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള നമ്മുടെ രാജ്യം പോലെയുള്ള പല രാജ്യങ്ങളിലും അത്തരം രാജ്യങ്ങൾക്കാണ് ഇത് ആവശ്യമല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രാമീണ മേഖലയിൽ ഒരു റൂറൽ ഡെവലപ്മെന്റിനുള്ള വലിയൊരു പദ്ധതിയായിട്ട് പിന്നീട് ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ മാറുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു ഇതിൻ്റെ മറ്റൊരു വേൾഡ് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1947 വാഷിങ്ടണിൽ നടന്നിട്ടുള്ള ലോക മൈക്രോ ക്രെഡിറ്റ് ഉച്ചകോടിയിൽ പല വികസിതവും അതുപോലെ സമ്പന്നവുമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഗ്രാമീണ ദാരിദ്ര്യം, അതായത് സമ്പന്നത പലപ്പോഴും ഏർബൻ അല്ലെങ്കിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലുള്ള ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു നല്ലൊരു മാർഗമായിരുന്നു ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ ഒരു മൈക്രോ ക്രെഡിറ്റ് ഉച്ചകോടിയിലും ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കഷനും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, ഇതൊക്കെ ഒരു മൈക്രോ ക്രെഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്കഷൻ വരികയും അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ 1947 വാഷിങ്ടണിൽ നടന്നിട്ടുള്ള ലോക മൈക്രോ ക്രെഡിറ്റ് ഉച്ചകോടിയാണെങ്കിലും അതുപോലെ ഞാൻ പറഞ്ഞു ബംഗ്ലാദേശിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ്, നമ്മുടെ ഒരു ഏഷ്യൻ രാജ്യങ്ങൾ നോക്കിയ ഈ ഒരു ബംഗ്ലാദേശിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു കോൺസെപ്റ്റും അത് ആരംഭിച്ചതും എല്ലാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത്തരം ഒരു കോൺസെപ്റ്റ് വന്നു എന്ന് നോക്കിയാൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്വയം സഹായ സംഘം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു ബംഗ്ലാദേശിൽ ആദ്യമായിട്ട് വന്ന കാര്യം പറഞ്ഞു. അതുപോലെ പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഏഷ്യയിൽ നോക്കുമ്പോൾ ഏഷ്യയുടെ ദക്ഷിണ ഭാഗത്തും അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യയിലൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്വയം സഹായ സംഘങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്വയം സഹായ സംഘങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോലെ തന്നെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ ഇതുണ്ടെങ്കിലും ഏഷ്യയിൽ വെച്ച് തന്നെ ഏറ്റവും അധികം സ്വയം സഹായ സംഘങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്കറിയാം, സ്വയം സഹായ സംഘത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാമല്ലോ. അത് ഈ സൊസൈറ്റിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അതുപോലെ സ്ത്രീകൾക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ സ്വയം തൊഴിൽ ലഭിക്കുന്നു ആളുകൾ. ഇപ്പം ഈ സ്വയം സഹായ സംഘത്തിലൊക്കെ ഉള്ളവരാണ് കൂടിച്ചേർന്ന് അവർ ഓരോ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു, സംരംഭകരാവുന്നു അല്ലേ. അപ്പം നമുക്കറിയാം കുടുംബശ്രീ തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ എത്രത്തോളം അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും, കുടുംബശ്രീ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ കുടുംബശ്രീയുടേതായിട്ടുള്ള എത്രയോ സംരംഭങ്ങളുണ്ട് അല്ലേ. ജനകീയ ഹോട്ടൽ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത്തരത്തിൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വയം സഹായ സംഘങ്ങളിലൂടെ നടക്കുന്നുണ്ട്. അതുപോലെ അതൊരു സംരംഭത്തിൻ്റെ ഒരു രൂപമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം അത്തരത്തിൽ ആ രീതിയിൽ സ്വയം സഹായ സംഘങ്ങൾ വഴി ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ അവർ പരസ്പരം അംഗങ്ങളിൽ നിന്ന് സമ്പാദ്യം സമാഹരിക്കും അല്ലേ. അവരൊരു തുക, അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ പ്രവർത്തനം. പരസ്പരം അവരുടെ സമ്പാദ്യം ആളുകൾ അതിലിടുന്നു, അതിനുശേഷം അവിടെ നിന്ന് ലോണുകളായിട്ട് അത് ലഭിക്കുന്നു, ഡെബിറ്റ്, ക്രെഡിറ്റ്, അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ഇക്കണോമിക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സ്വയം സഹായ സംഘം, അതാണ് നമ്മൾ ഈ ത്രിഫ്റ്റ് എന്നുള്ള വാക്കും കൂടെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം അതാണ്. അപ്പം വളരെ കൃത്യമായ രീതിയിൽ ചെറിയ തുകകളാണ് ഈ സ്വയം സഹായ സംഘത്തിലുള്ള അംഗങ്ങളെല്ലാം, അവർക്ക് പ്രത്യേകിച്ച് ഇത് കുറച്ചും കൂടെ പിന്നാക്ക വിഭാഗങ്ങളിലുള്ള ആളുകളാണ് കൂടുതൽ ഇതിൻ്റെ ഭാഗമാവുന്നത് അല്ലേ. ഗ്രാമീണ മേഖലയിലാണ്, അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ അതിൽ അവരുടേതായിട്ടുള്ള ചെറിയ തുകകൾ സമാഹരിച്ച് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. അതിനാണ് നമ്മൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ത്രിഫ്റ്റ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഡെബിറ്റ്, ക്രെഡിറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ സ്വയം സഹായ സംഘങ്ങൾ വർക്കാവുന്നത് അതിനകത്ത് തന്നെ ഇത്തരത്തിൽ ഇവർ എന്താണ് ചെയ്യുന്നത്,
അവരുടെ സേവിങ്സ്, അവരെ ആ സേവിങ്സ് നമ്മളത് ഒരു പൊതു ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നു, പിന്നീട് അതിൽ നിന്ന് അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. അങ്ങനെയൊക്കെ അതിൻ്റെ അകത്തൊരു ക്രെഡിറ്റ് ഡെബിറ്റ്, ഒരു വായ്പ നൽകലും കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും സേവിങ്സും എല്ലാം നടക്കുന്നുണ്ട്. അതുകൂടാതെ ബാങ്കുകളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് അത്തരത്തിൽ ബാങ്കുകളിൽ നിന്ന് വായ്പകൾ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പലപ്പോഴും ഇപ്പൊ പലിശയില്ലാത്ത വായ്പകൾ, അങ്ങനെയുള്ള പ്രത്യേകതരം പലതരം സ്കീമുകളിലൂടെ വായ്പകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വയം സഹായ സംഘങ്ങളെല്ലാം ബാങ്കുകളുമായിട്ടും കണക്റ്റഡ് ആണ്. അല്ലാതെ ഇവരുടെ ഉള്ളിൽ തന്നെ ഇവർ സാമ്പത്തികമായിട്ട് ഇവരുടെ സേവിങ്സ് ഉപയോഗിച്ച് അതൊരു പൊതു അക്കൗണ്ടായി അവിടെ നിന്ന് ലോണുകൾ കൊടുക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് രീതികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് വളരെയധികം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഒരു മിതവ്യയം, അതാണ് ഈ ത്രിഫ്റ്റ് എന്നുള്ള ടേം. നമ്മൾ കൃത്യമായിട്ട് സമ്പത്തിനെ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളൊരു കാര്യം ഇതുമായി നടക്കുന്നുണ്ട്. അതുപോലെ അപ്പോൾ സ്വയം സഹായ സംഘങ്ങൾ ബാങ്കുകളുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനികളുമായിട്ടും കോർപ്പറേറ്റ് സെക്ടറിലുള്ള പല കമ്പനികളുമൊക്കെ ആയിട്ടും കണക്റ്റഡ് ആണ്. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം ഈ സ്വയം സഹായ സംഘങ്ങൾ എടുത്താൽ അതിൽ മെജോറിറ്റി ഭൂരിഭാഗം സ്വയം സഹായ സംഘങ്ങളും വനിതകളാണുള്ളത്, അല്ലേ? ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വനിതകളാണുള്ളത്. അപ്പോൾ അത് അത്തരത്തിലുള്ള ഈ ഒരു വനിതകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ചും വനിതകൾക്ക് മാത്രമല്ല കേട്ടോ, സ്വയം സഹായ സംഘം എന്ന് പറയുമ്പോൾ പുരുഷന്മാരുള്ളത് കൊണ്ട് പക്ഷേ വളരെ കുറവാണ്. അപ്പം അത്തരത്തിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ വനിതകളാണ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് പ്രത്യേകം സർക്കാർ പലിശ ഇളവെല്ലാം നൽകുന്ന ഒരു സ്കീമുകളുണ്ട്. അപ്പം അതും ഒരുപാട് ഹെൽപ്പാണ്, അല്ലേ? അതുപോലെ പൊതുവെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്വയം സഹായ സംഘത്തിൽ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ആ സംഘത്തിലുള്ള ഏത് സംഘമാണോ ആ സംഘത്തിലുള്ള അംഗങ്ങൾ അവിടെയുള്ള അവരുടെ ഒരു സേവിങ്സ് അവിടെ നിക്ഷേപിച്ച് അതെല്ലാം ഒരൊറ്റ അക്കൗണ്ടായിട്ട് ഏതെങ്കിലും ഒരു പൊതു ബാങ്കിലൊക്കെ അക്കൗണ്ടായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വായ്പ കൊടുക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ ഒരു 6 മാസത്തിനൊക്കെ ശേഷം ഇവർക്ക് ഒരുമിച്ച് ഏതെങ്കിലും ഒരു സംരംഭക പ്രവർത്തനം ഏറ്റെടുത്തിട്ട് എന്നിട്ട് അതായത് ഈ ഒരു സംഘത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് അവരൊരു സോപ്പ് നിർമ്മാണമോ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോട്ടൽ നടത്തുന്നതോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരൊരു സംരംഭമായിട്ട് ഏറ്റെടുത്തിട്ട് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇവർക്കൊരു ടീമായിട്ട് തന്നെ എന്ത് ചെയ്യാം, ബാങ്കിനെ സമീപിക്കാൻ പറ്റും. അപ്പോൾ ബാങ്ക് ലോൺ കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്, അതിന് പലിശ ഇളവുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്വയം സഹായ സംഘം പിന്നീട് അവരതൊരു സംരംഭങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തനത്തിലൂടെ സാമ്പത്തികമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നു, കുറേ പേർക്ക് തൊഴിലാവുന്നു, അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ. ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യത്തിനൊക്കെ ഒരു അവസാനം വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഒരു സ്വയം സഹായ സംഘങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വയം സഹായ സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് നടപ്പിലാവുന്നത്. അതുപോലെ ചെറുകിട ബിസിനസ് നടത്തുന്നതിനൊക്കെ അംഗങ്ങൾക്കിടയിൽ തന്നെ അവർക്ക് ഗ്രൂപ്പ് വായ്പ കിട്ടും. അപ്പോൾ അംഗങ്ങൾക്കിടയിൽ ഒരു 4-5 പേര് ചേർന്ന്, ഇപ്പോൾ ഒരു 20 പേരുള്ള ഒരു സ്വയം സഹായ സംഘം, അതിലൊരു 4 പേര് ചേർന്ന് അവരൊരു വായ്പ എടുത്തിട്ട് അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംരംഭം നടത്താം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ത്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഫലത്തിൽ എന്ത് നടക്കുന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും അതുപോലെ റൂറൽ ഏരിയയിൽ, ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഹെൽപ്പാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് സ്വയം സഹായ സംഘങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ദരിദ്രരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അംഗങ്ങൾക്കിടയിൽ ചെറിയ സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നു. ഇവരുടെ ഒരു ചെറിയ സമ്പാദ്യമാണല്ലോ എല്ലാ ആഴ്ചകളിലോ എപ്പോഴാണ് അവർ കൂടുന്നതെങ്കിൽ ആ സമയത്ത് ഇവരുടെ സമ്പാദ്യം അവിടെ വെച്ച് ഒരുമിച്ച് ചേർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് ആക്കുന്നു. പിന്നീട് അതിൽ നിന്നും അവർക്ക് വായ്പ സ്വീകരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാനും അതുപോലെ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും ദാരിദ്ര്യം കുറയ്ക്കാനൊക്കെ സ്വയം സഹായ സംഘങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്വയം സഹായ സംഘം ഫോം ചെയ്യുമ്പോൾ, ഒരു സ്വയം സഹായ സംഘം രൂപീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മാർഗരേഖയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്വയം സഹായ സംഘം എപ്പോഴും കുറച്ച് ആളുകൾ അങ്ങ് ഒരുമിച്ച് ചേർന്ന് രൂപീകരിക്കുക എന്നുള്ളതല്ല. അതിനെപ്പോഴും ഈ ഒരു പ്രാദേശികമായിട്ട്, ഇപ്പോൾ നമുക്കറിയാം സ്വയം സഹായ സംഘങ്ങൾ എവിടെയാണ്, ഗ്രാമീണ മേഖലകളിലാണുള്ളത് അല്ലേ. അപ്പോൾ അവിടെയുള്ള ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ള, വിദ്യാഭ്യാസമുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു വ്യക്തി, ചിലപ്പോൾ അവിടുത്തെ ഒരു ജനപ്രതിനിധിയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാവാം, വിദ്യാഭ്യാസമുള്ള ഒരാളാവാം. ഇപ്പോൾ ടീച്ചേഴ്സോ റിട്ടയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരാൾ, അങ്ങനെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള
ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ സന്നദ്ധനായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക വ്യക്തിയാണ് അതിനൊരു ഇത്തരത്തിലൊരു കാര്യം രൂപീകരിക്കാം. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ജനപ്രതിനിധികളാണ് അതിന് ഹെൽപ്പ് ചെയ്യാറുള്ളത്. ഒരു ഇത്തരത്തിലുള്ള ഒരു സ്വയം സഹായ സംഘം രൂപീകരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകളെ ആനിമേറ്റർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്നൊക്കെയുള്ള ഒരു ടേം വെച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പം നബാർഡിൻ്റെയൊക്കെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് രൂപീകരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം യൂഷ്വലി ഇങ്ങനെയാണ് ഒരു സ്വയം സഹായ സംഘം രൂപീകരിക്കപ്പെടുന്നത്. അപ്പം ഇതിന് ഏതെങ്കിലും ഒരാൾ, അതായത് നമ്മുടെ നാട്ടിൽ പൊതുവെ ഞാൻ പറഞ്ഞ പോലെ ജനപ്രതിനിധികളാണ്. അപ്പം അങ്ങനെയുള്ള വിദ്യാഭ്യാസമൊക്കെയുള്ള, പ്രത്യേകിച്ചും പ്രാദേശികമായിട്ട് റൂറൽ ഏരിയയിൽ ആണ് സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനുള്ള തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസം ഉള്ളവരാവണം എന്നില്ല. അപ്പോൾ എപ്പോഴും ഇതുപോലൊരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു ആനിമേറ്റർ എന്ന് ഒരാളെ വിളിക്കുന്നു. അപ്പോൾ അത് സമൂഹത്തിൽ പ്രാദേശികമായിട്ട് വിദ്യാഭ്യാസമുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഏതെങ്കിലും ഒരാൾ ആണ് ഈ ഒരു ഗ്രൂപ്പിനെ സംഘടിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട ആരംഭത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ആനിമേറ്റർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്ന് വിളിക്കുന്നു. അതുപോലെ ഇപ്പോൾ വനിതകളെ ചേർത്തിട്ടുള്ള സ്വയം സഹായ സംഘങ്ങൾ, നമുക്കറിയാം മെജോറിറ്റി സ്വയം സഹായ സംഘങ്ങളും വനിതകളുടെ തന്നെയാണ്. അപ്പോൾ അതിന് വിമൻ ആയിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ള ആനിമേറ്റർമാരാകുമ്പോൾ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർമാരാകുമ്പോൾ അവർക്ക് കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ആനിമേറ്റർ ആയിട്ടുള്ള ആൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനവും കാര്യങ്ങളൊക്കെ ഒരു സർക്കാരിൻ്റെ വികസന വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൻ്റെ പ്രാദേശിക ശാഖ, അതായത് സ്വയം സഹായ സംഘങ്ങൾ പണമിടപാടുകൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ബാങ്കുമായുള്ള കണക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ഹെൽപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഹെൽപ്പും മാർഗനിർദ്ദേശത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഒരു ആനിമേറ്റർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്ന ആൾ എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് പറയുന്നത്. പൊതുവെ ഇങ്ങനെയൊക്കെയാണ് ഒരു സ്വയം സഹായ സംഘം രൂപീകരിക്കപ്പെടുന്നത്. അതുപോലെ എണ്ണം എത്ര പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 മുതൽ 20 വരെ അംഗങ്ങളാണ് ഒരു സ്വയം സഹായ സംഘത്തിൽ ആവുന്നത്. അപ്പോൾ അത് ഇതിലപ്പുറം അംഗങ്ങളായി കഴിഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പായി മാറും അല്ലേ. അപ്പോൾ വലിയ ഗ്രൂപ്പായി മാറുമ്പോൾ ആളുകൾക്ക് അധികം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ എപ്പോഴും ചെറിയ ഗ്രൂപ്പുകളാവുമ്പോഴാണ് ഇൻട്രാക്ട് ചെയ്യാനും ആളുകൾക്ക് പങ്കെടുക്കാനൊക്കെ എളുപ്പം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടാണെങ്കിലും ഒരു 20-ൽ കൂടുതൽ അംഗങ്ങൾ പാടില്ല. അപ്പോൾ അതൊരു അനൗപചാരിക ഗ്രൂപ്പിൽ പാടില്ല എന്നൊക്കെയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, എപ്പോഴും ഒരു 10-20 വരെ അംഗങ്ങളാണ് ഒരു സ്വയം സഹായ സംഘത്തിൽ ഉണ്ടാവുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. രജിസ്റ്റർ ചെയ്യാം, ചെയ്യാതിരിക്കാം. അതുപോലെ അംഗത്വം എപ്പോഴും ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രം അംഗമാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ റൂൾസിൽ പറയുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾക്ക് ഈ സ്വയം സഹായ സംഘത്തിൽ മെമ്പേഴ്സ് ആവാൻ പറ്റും. വ്യത്യസ്ത കുടുംബങ്ങൾ മെമ്പേഴ്സായി മാറും അല്ലേ, ജോയിൻ ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ അതുപോലെ ഗ്രൂപ്പുകളുടെ കാര്യം നോക്കുവാണെങ്കിൽ പൊതുവെ സ്ത്രീകൾ മാത്രമുള്ള സ്വയം സഹായ സംഘങ്ങളാവും, പുരുഷന്മാർ മാത്രമുള്ളതും ആവാം. അതുപോലെ മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ പൊതുവെ ഉണ്ടാവാറില്ല. ഇപ്പോൾ സ്വയം സഹായ സംഘം എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീ ഓർത്താൽ മതി. പക്ഷേ നമ്മുടെ രാജ്യം മുഴുവൻ എടുക്കുമ്പോൾ സ്ത്രീകൾ മാത്രമുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബശ്രീ പോലെയല്ല, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പല സ്റ്റേറ്റുകളിൽ പല രീതിയിലുള്ള സ്വയം സഹായ സംഘങ്ങളുണ്ട്. അപ്പോൾ പുരുഷന്മാർ മാത്രമുള്ളതുണ്ട്. തീർച്ചയായിട്ടും എണ്ണം വളരെ കുറവാണ്, പക്ഷെ അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ എപ്പോഴും മെമ്പേഴ്സ് ഒന്നുകിൽ സ്ത്രീകൾ മാത്രമുള്ളത് അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമുള്ളത് അങ്ങനെയാണ്. അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ പൊതുവെ ഉണ്ടാവാറില്ല. അതുപോലെ വനിതാ കൂട്ടായ്മകൾ, വനിതകളുടെ നേതൃത്വത്തിലുള്ള വനിതകൾ മാത്രമുള്ള സ്വയം സഹായ സംഘങ്ങളാണ് എപ്പോഴും കൂടുതൽ നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നത്. ഉദാഹരണമാണ് നമ്മുടെ കുടുംബശ്രീ അല്ലേ. അപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം, ഈ അംഗങ്ങൾക്ക് എപ്പോഴും ഒരേ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പശ്ചാത്തലം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പമാണ് പരസ്പരം ഇടപഴകുന്നത് അല്ലേ. അപ്പം ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് മെജോറിറ്റി ആ ഗ്രൂപ്പിലെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ വലിയ അന്തരമുള്ള ആളുകൾ കൂടിച്ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ കണക്ട് ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരേ തലത്തിലുള്ള സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപോലെയുള്ള ആളുകളാണ് പൊതുവെ ഇത്തരത്തിലുള്ള ഈ സ്വയം സഹായ സംഘത്തിൽ മെമ്പേഴ്സായിട്ട് വരുന്നത്. ഓക്കെ. അപ്പം അതുപോലെ ഇപ്പോൾ അംഗത്വത്തിനുള്ള ചില ഘടകങ്ങൾ നോക്കുവാണെങ്കിൽ ആ ഒരു പ്രൊസീജിയർ, ആ റൂൾ അനുസരിച്ച് പൊതുവെ ദരിദ്രരായിട്ടുള്ള ആളുകൾ, അതുപോലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലും ഇത്തരത്തിലുള്ള സ്വയം സഹായ സംഘവുമായിട്ട് ബന്ധപ്പെടുത്തി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഫാമിലികളിൽ നിന്നുള്ള അംഗങ്ങളെയാണ്
അതാണ് അതിൻ്റെ ഒരു നിബന്ധന എന്ന് പറയുന്നത്. അതുപോലെ മീറ്റിങ്ങുകൾ ഉണ്ടാവും സ്വയം സഹായ സംഘത്തിൽ. സ്ഥിരമായിട്ട് യോഗം ചേരണം, ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒക്കെ ആയിട്ട് യോഗം ചേരണമെന്നുണ്ട്. അതുപോലെ നിർബന്ധിതമായിട്ടുള്ള ഒരു ഹാജർ വേണം, ഒരു അംഗത്വ രജിസ്റ്റർ, മിനിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ എൻട്രികളൊക്കെ നടത്തി കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതാണ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം. അപ്പം ഇടയ്ക്കിടയ്ക്ക് യോഗം കൂടണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട രേഖകൾ. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളൊക്കെ കൃത്യമായി സൂക്ഷിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സാധിക്കില്ലെങ്കിൽ പുറത്തുനിന്ന് ഹെൽപ്പ് നേടാനും സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള, അതായത് എങ്ങനെയാണ് സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ അംഗത്വം റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ സമ്പാദ്യവും മിതവ്യയവും, സേവിങ്സ് ആൻഡ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? എല്ലാ അംഗങ്ങളും എങ്ങനെയാണ് ഒരു പതിവായിട്ട് ഒരു തുക അവരുടെ ഈ സ്വയം സഹായ സംഘങ്ങളിലുള്ള ആളുകൾ അവർ ഒരു തുക, അവർക്ക് പറ്റാവുന്ന ഒരു തുക സേവ് ചെയ്യുന്നു. എന്നിട്ട് അത് നിരന്തരമായിട്ടത് ചെറിയ തുകയായിരിക്കും അല്ലേ, വളരെ സാധാരണ ഗ്രാമീണ ചുറ്റുപാടുകളിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് സ്വയം സഹായ സംഘങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ചെറിയ തുകയായിരിക്കും. അപ്പം ഈ ഒരു തുക നിരന്തരമായിട്ട് അവർ സേവ് ചെയ്യും. അതിനുശേഷം പിന്നീടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ലോണായി ലഭിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ എപ്പോഴും ഈ ഒരു ആദ്യം സമ്പാദ്യം പിന്നീട് ക്രെഡിറ്റ് എന്നുള്ളതായിരിക്കണം ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ മുദ്രാവാക്യം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ത്രിഫ്റ്റും സേവിങ്സും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ അതിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഈ ഒരു അംഗങ്ങൾ തന്നെ പരസ്പരം അംഗങ്ങളുടെ മൊത്തത്തിലുള്ള തുകയിൽ നിന്ന് നൽകുന്ന ഈ ഒരു ലോണുകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ബാങ്ക് വഴിയും വായ്പകൾ ലഭിക്കുന്നു പറഞ്ഞു അല്ലേ. അപ്പം അതിലൂടെയൊക്കെ, അതുപോലെ പ്രധാനമായിട്ടും ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ പണം എങ്ങനെയൊക്കെ പണത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ കൃത്യമായിട്ട് സാമ്പത്തികമായിട്ടുള്ളൊരു അച്ചടക്കമൊക്കെ അവർക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. യെസ്, അപ്പം അത്രയാണ് ബേസിക് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റൂൾസൊക്കെ നബാർഡിൻ്റെ ഒക്കെ പുസ്തകത്തിൽ പറയുന്ന എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, അംഗത്വത്തിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിലുള്ള എല്ലാ ക്രൈറ്റീരിയയും അതുപോലെ പാലിച്ചിട്ടാവണം എന്നൊന്നും ഇല്ല, പക്ഷെ അങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ, എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്നും അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള റൂളുകൾ എന്താണെന്നും, അതുപോലെ ലോകത്ത് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ അല്ലേ, മനസ്സിലായല്ലോ. യെസ്, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അതുപോലെ സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സംഘങ്ങൾ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഉത്ഭവിച്ചത്, ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ 1972 സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ, സേവ എന്ന് പറയുന്ന ഈ ഒരു അസോസിയേഷൻ സ്ഥാപിതമായത് മുതൽ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ ഉത്ഭവം കണ്ടെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. 1972 സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ, സേവ സ്ഥാപിച്ചത് മുതൽ നമുക്ക് ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഇനി 72 ഞാൻ പറഞ്ഞു ഈ ഒരു സേവ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയി കണക്കാക്കുന്നത്. പക്ഷെ അതിനു മുമ്പും അത്തരത്തിലുള്ള ചെറിയ ചെറിയ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പോൾ 1954 അപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് 1954 അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ TLA, അതുപോലെ മിൽ തൊഴിലാളികളുടെ കുടുംബത്തിലെ സ്ത്രീകളെ തയ്യൽ, നെയ്ത്ത് മുതലായ കഴിവുകളിൽ പരിശീലിപ്പിക്കുന്നതിനായിട്ടുള്ള വനിതാ വിഭാഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ചെറിയ രീതിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു നോക്കണം, അന്നൊക്കെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത്രയധികം ഒട്ടും പുറത്തിറങ്ങാത്ത അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഈ അസോസിയേഷനുകളും ഈ ടെക്സ്റ്റൈൽ തൊഴിലാളികൾ, മിൽ തൊഴിലാളികൾ അങ്ങനെയൊക്കെ ആയിട്ട്
അത്തരത്തിലുള്ള ജോലികളിലൊക്കെയുള്ള സ്ത്രീകൾ വളരെ കുറവായിരിക്കും, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ജോലിയിലൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വെച്ച് നമ്മൾ 54 ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ അഹമ്മദാബാദ്, അപ്പോൾ അതൊക്കെ ഒരു എക്സാമ്പിളാണ്. ഒരു തുടക്കം ആയിട്ട് ഇങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ ശ്രമങ്ങൾ നടന്നിരുന്നു. പിന്നീട് 72 സേവയിലൂടെയാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് നമുക്ക് ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ വന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പും ഉണ്ടായിരുന്നു എന്നുള്ളൊരു എക്സാമ്പിളാണ് 54 കാര്യമൊക്കെ പറഞ്ഞത്. ഇനി സേവ രൂപീകരിച്ചു, അതിനുശേഷം എന്താണ് ഇത് സംഘടിപ്പിച്ചതെല്ലാം പാവപ്പെട്ടവരും സ്വയം തൊഴിൽ ചെയ്യുന്നവരുമായിട്ടുള്ള സ്ത്രീ തൊഴിലാളികൾ, നെയ്ത്തുകാര്, അങ്ങനെയുള്ള മേഖലകളിൽ മൺപാത്രങ്ങൾ, കച്ചവടക്കാർ, അങ്ങനെയുള്ള അസംഘടിത മേഖലയിലുള്ള അവരുടെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയൊക്കെയാണ് അത് സംഘടിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം സേവയുമായി റിലേറ്റഡ് ആയിട്ട്. പിന്നെ 1992 നബാർഡ് എന്താണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അപ്പം 72 സേവ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ചെറുതായി പല സ്ഥലത്തും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ വന്നു. 92 നബാർഡ് ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ബാങ്ക് ലിങ്കേജ് പ്രോജക്റ്റ് രൂപീകരിച്ചത്. അതാണ് ഇതിലൊരു വലിയൊരു മാറ്റമായിട്ടുള്ളൊരു കാര്യം. 92 ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഇപ്പോൾ 92 ബാങ്കുകളുമായിട്ട് ഇതുപോലെ രാജ്യത്തുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ ലിങ്ക് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് നബാർഡ് രൂപീകരിച്ചു. അപ്പം നബാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ അല്ലേ. നബാർഡ് എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ ഇതുപോലെ റൂറൽ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബാങ്കാണ് അല്ലേ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബാർഡും ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും തമ്മിൽ ബാങ്ക് ലിങ്കേജ് പ്രോജക്റ്റുകൾ വന്നതിന് ശേഷമാണ് എന്താണ് നമ്മുടെ രാജ്യത്ത് 92 അത് നടന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ വലിയൊരു വളർച്ച. അതിനുശേഷമാണ് 97, 98 ആ സമയമൊക്കെ ആകുമ്പോഴേക്കും കുടുംബശ്രീയൊക്കെ ഇവിടെ വന്നതും. അപ്പോൾ അതൊരു വലിയൊരു നാഴികക്കല്ലാണ് ഇന്ത്യയുടെ ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ ഒരു തുടക്കം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ചയിൽ വലിയൊരു നാഴികക്കല്ലാണ് 92 ഉണ്ടായത്. ഓക്കെ, അതുപോലെ 93 മുതൽ എന്താണ് നബാർഡും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അപ്പം അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം എന്താണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് സേവിങ്സ് അക്കൗണ്ട് തുറക്കാൻ അനുമതി നൽകി 93. അപ്പോൾ അതും ഒരു വലിയൊരു സ്റ്റെപ്പായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഈ ബാങ്കുമായി കണക്ട് ചെയ്യാനും സേവിങ്സ് അക്കൗണ്ട് ബാങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് തുടങ്ങുക, ലിങ്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അത് വലിയൊരു വളർച്ച സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ, അത്തരത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ വളർച്ച വളരെ ദ്രുതഗതിയിൽ നമ്മുടെ രാജ്യത്ത് പിന്നീട് അങ്ങോട്ട് നടന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 99 നമ്മൾ സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്ഗർ യോജന എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഗ്രാമീണ മേഖലയിൽ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുക, ഇതുപോലെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ രൂപീകരിക്കുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറേ ഉദ്ദേശത്തോടു കൂടിയാണ് 99 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതുപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെയൊക്കെ ഒരുപാട് വരാനും ഒക്കെയുള്ള കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ 2011 ഇത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം NRLM ആയിട്ട് മാറി. NRLM എന്ന് പറയുമ്പോൾ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളും റൂറൽ ഡെവലപ്മെൻറ്റും അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പം അതിലുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇപ്പം സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജനയാണെങ്കിലും അതുപോലെ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം NRLM ആണെങ്കിലും ഒക്കെ ഇതൊക്കെയാണ് പിന്നീട് ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ ഗ്രോത്തിൽ ഭയങ്കരമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇന്ത്യയിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ വളർച്ച. അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇയേഴ്സും ഏതൊക്കെ വർഷങ്ങളാണ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ്, ഇതൊക്കെ ഓർത്തു വെക്കണേ. ഈ NRLMന്റെ കാര്യം പറയുവാണെങ്കിൽ ഇന്നും അത് സംസ്ഥാന ഗ്രാമീണ ഉപജീവന ദൗത്യം. അപ്പം അന്ന് 99 ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമാണെങ്കിൽ ഇപ്പോൾ സംസ്ഥാന ഗ്രാമീണ ഉപജീവന ദൗത്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഓരോ സ്റ്റേറ്റുകളിലായിട്ട് അതുണ്ട്. അതുപോലെ അപ്പം അതൊക്കെ
ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളും നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഉണ്ടാവാനും അത് സക്സസ്ഫുൾ ആയി തീരാനും തുടങ്ങി. ഇനി നമ്മുടെ രാജ്യത്ത് സ്വയം സഹായ സംഘങ്ങൾ എത്രയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ സജീവമായ ബാങ്ക് ലിങ്കേജുകളുള്ള ഏകദേശം 1 കോടി സ്വയം സഹായ സംഘങ്ങളുണ്ട്. ഓർത്ത് നോക്കൂ, 1 കോടി സ്വയം സഹായ സംഘങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിലെല്ലാം കൂടി നമുക്ക് 10 കോടി ജനങ്ങളുടെ പങ്കാളിത്തം സ്വയം സഹായ സംഘങ്ങളിൽ ഉണ്ട്. അതുപോലെ ഇവരുടെയൊക്കെ ഒരു ബാങ്ക് ബാലൻസ് നമ്മൾ ഈ ഒരു സേവിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 7000 കോടി രൂപ മൊത്തം ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് ബാലൻസ് ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു ഇപ്പം 10 കോടി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, 1 കോടിയോളം സ്വയം സഹായ സംഘങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പം അതിൽ 90% സ്വയം സഹായ സംഘങ്ങളും സ്ത്രീകൾ മാത്രമുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാരുള്ളതും ഉണ്ട്, പക്ഷെ 90% സ്ത്രീകൾ മാത്രമുള്ളതാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു സ്വയം സഹായ സംഘങ്ങളാണ്, ഇത് ബാങ്കുകളുമായിട്ട് കണക്റ്റ് ആണ്. അപ്പം അത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മൈക്രോ ഫിനാൻസിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അതിലൂടെ സ്വയം തൊഴിലിനും അതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് വായ്പ ലഭിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. അതുപോലെ പലപ്പോഴും ആളുകൾക്ക് ഇപ്പം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഫൈനാൻഷ്യലി പുറകിൽ നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക്, ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഈസി അല്ല. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്നുണ്ട്, പക്ഷെ ഒരു ബാങ്ക് വായ്പ ലഭിക്കുക എന്നുള്ളത് ഒരു തരത്തിലും ഈസി അല്ല. അപ്പോൾ ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലൂടെ അവർക്ക് ബാങ്ക് ക്രെഡിറ്റുകൾ ലഭിക്കും. അപ്പോൾ അതാണ് അതിലൂടെയുള്ള വലിയൊരു മാറ്റം. ഇവർ ഈ ഒരു സ്വയം സഹായ സംഘങ്ങളിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇവർക്ക് ബാങ്ക് വായ്പകളൊക്കെ ലഭിക്കാനുള്ള എളുപ്പമായി. ഒരുപക്ഷെ ഇവർ ഒറ്റയ്ക്കുള്ളപ്പോൾ, അതായത് ഈ ഒരു സംഘങ്ങളിലൊന്നും അംഗമല്ലാത്ത സമയങ്ങളിൽ ഈ ഒട്ടും സാധിക്കാത്ത കാര്യമായിരുന്നു ബാങ്ക് ക്രെഡിറ്റുകൾ, ബാങ്ക് വായ്പകളൊക്കെ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വയം സഹായ സംഘങ്ങളിൽ അംഗത്വത്തിന് ശേഷം പലപ്പോഴും ബാങ്ക് ക്രെഡിറ്റുകൾ എളുപ്പമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ ഈ ബാങ്ക് വായ്പകൾ സ്വയം സഹായ സംഘങ്ങളിലൂടെ ലഭിക്കുന്നത് ഗ്രാമത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ ഹെൽപ്പ് ചെയ്തു. പലപ്പോഴും ഒരു ഈടും നൽകാതെ തന്നെ ഇവർക്ക് വായ്പ ലഭിക്കുന്നുള്ള സാഹചര്യങ്ങളും ഉള്ളത് കൊണ്ട് അത് വലിയ രീതിയിൽ ഹെൽപ്പായിരുന്നു. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സർക്കാർ പദ്ധതികൾ നോക്കുകയാണെങ്കിൽ സർക്കാർ ഒരുപാട് പദ്ധതികളിലൂടെ സ്വയം സഹായ സംഘങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം നമ്മൾ പറഞ്ഞു അല്ലേ, നേരത്തെ പറഞ്ഞു 2011 ആരംഭിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ ദീൻ ദയാൽ അന്ത്യോദയ യോജന, ഈ ഒരു സ്കീം 2015 ആരംഭിച്ചു. അപ്പോൾ അതും അതിൽ ഏകദേശം 8.5 ദശലക്ഷം സ്വയം സഹായ സംഘങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം, ഈ പേരുകളെല്ലാം ഓർത്തു വയ്ക്കുക. സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരാജ്, ഇതും ഈ ഒരു SGSYയെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ ഓരോ സ്വയം സഹായ സംഘത്തിൽ നിന്നും ഒരു സ്ത്രീക്ക് 1 ലക്ഷം രൂപ വരെ മുദ്ര വായ്പ, മുദ്ര സ്കീമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, മുദ്ര വായ്പയും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ഹെൽപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പല പദ്ധതികളിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് ഏതൊക്കെ സ്റ്റേജിലൂടെ പോകുന്നു. അപ്പോൾ ആദ്യം ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്നു, ഫണ്ടിങ് ശേഖരണം, പിന്നീട് ആവശ്യമായ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക, അതുപോലെ അങ്ങനെയുള്ള രീതികളാണ്. ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്, അത് നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അപ്പോൾ അത്തരത്തിലൊരു സ്വയം സഹായ സംഘം രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ വളർച്ചയിൽ പല രീതിയിൽ, ഇപ്പം SHG ഫെഡറേഷനുകൾ, സ്വയം സഹായ സംഘം സംരംഭകർ, അങ്ങനെയുള്ള പല സർക്കാരിൻ്റെ പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു സ്വയം സഹായ സംഘത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സ്വയം സഹായ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചില സംരംഭങ്ങൾ നമ്മൾ നോക്കി വയ്ക്കാം.
അപ്പം അത് ഓർത്ത് വെക്കണേ പേരുകൾ. ഇപ്പം ആദ്യം ഞാൻ പറയുന്നത് സ്വയം സഹായ ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള സെയിം കാര്യം, ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം വന്നതിന് ശേഷമാണ്, നബാർഡുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യാൻ വന്നതിന് ശേഷമാണ് വളരെ വലിയൊരു വളർച്ച സ്വയം സഹായ സംഘങ്ങൾക്കുണ്ടായത്. അപ്പം SK കാലിയ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ഒരു അസംഘടിത മേഖലയെ ഔപചാരിക ബാങ്കിങ് മേഖലയുമായി ബന്ധിപ്പിക്കുന്നതിന് 1992 നബാർഡിന്റെ മുൻകൈയിൽ സ്വയം സഹായ സംഘങ്ങളും ബാങ്കും SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം ആരംഭിച്ചത്. അപ്പോൾ 92 നബാർഡാണ് അത് നേതൃത്വം കൊടുത്തത്. SK കാലിയ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അപ്പോൾ ഇത് ഇത്രയും ഓർത്തു വെക്കുക, സ്വയം സഹായ സംഘങ്ങളും ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം 92 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് വലിയൊരു രീതിയിൽ സ്വയം സഹായ സംഘങ്ങളുടെ ഗ്രോത്ത് ഉണ്ടായത്. ഇതിലൂടെ എന്താ ഉണ്ടായത്? സ്വയം സഹായ സംഘങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ബാങ്കിൽ തുറക്കാനുള്ള അനുമതി നൽകി. അതുപോലെ എന്താണ്, ഗ്രൂപ്പ് ഗ്യാരണ്ടിക്ക് വിരുദ്ധമായിട്ട് ബാങ്കുകൾ SHGകൾക്ക് വായ്പ നൽകുന്നുണ്ട്. അപ്പോൾ വായ്പയുടെ അളവ് പലപ്പോഴും ഈ SHGകൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ അവരുടെ ചെറിയൊരു സേവിങ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിനൊക്കെ വലിയ അളവിലുള്ള രീതിയിലുള്ള ലോണുകളാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പം ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും ബാങ്കും തമ്മിലുള്ള ലിങ്കേജ് പ്രോഗ്രാം 92 നബാർഡിന്റെ നേതൃത്വത്തിൽ നടന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെയാണ് ഇത്രയധികം വളർച്ച സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് പിന്നീട് ഉണ്ടായത്. അപ്പോൾ അതെന്താണെന്നും ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്നും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. അതുപോലെ മുൻഗണനാ മേഖലയിലുള്ള വായ്പ എന്ന് പറയുന്നത്, ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ എപ്പോഴും ബാങ്കിന്റെ മുൻഗണനാ മേഖലയായിട്ട് ബാങ്കുകൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മുൻഗണനാ ലിസ്റ്റിൽ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് ലോൺ കിട്ടാനും അത്തരം കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ വലിയൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ. അതുപോലെ ധാന്യ ബാങ്കുകൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഈ ഭക്ഷ്യ പരിപാലന മേഖലകളിലൊക്കെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഗ്രെയിൻ ബാങ്ക്സ് അഥവാ ധാന്യ ബാങ്കുകൾ പ്രവർത്തിപ്പിക്കാൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് അനുമതിയുണ്ട്. അപ്പോൾ അതൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ പ്രിയദർശിനി പദ്ധതി, ഇപ്പം നബാർഡ് നോഡൽ ഏജൻസിയായി സ്ത്രീ ശാക്തീകരണം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലൂടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തലൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ഹെൽപ്പ് ആവുന്ന അവരുടെ ഗ്രോത്തിന് സഹായിക്കുന്ന പദ്ധതികളാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, ദീൻദയാൽ അന്ത്യോദയ യോജന, അതിൻ്റെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു ഭാഗം. അതുപോലെ ലക്ഷപതി ദീദി പദ്ധതി എന്ന് പറയുന്നത് ഈ സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും സമ്പാദിക്കാൻ സഹായിക്കുന്നതിന് സൂക്ഷ്മ സംരംഭങ്ങൾ തുടങ്ങാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലക്ഷപതി ദീദി സ്കീം ലക്ഷ്യമിടുന്നത്. പദ്ധതിക്ക് കീഴിൽ LED ബൾബ് നിർമ്മാണം, പ്ലംബിങ്, ഡ്രോണുകൾ നന്നാക്കൽ, ഇതൊക്കെ കുറച്ചും കൂടെ പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഡ്രോൺ നന്നാക്കുന്നത്, LED ബൾബ് നിർമ്മാണം. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഈ ഒരു സമയത്ത് വേണ്ട പല സ്കില്ലുകളും പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം അതിലൂടെ അവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലുള്ളൊരു പ്രോഗ്രാം. അപ്പോൾ അത് 2 കോടി സ്ത്രീകൾക്കൊക്കെയാണ് ഇതിന് കീഴിൽ പരിശീലനം നൽകാൻ സർക്കാർ പദ്ധതി ഇടുന്നത്. അപ്പോൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ അത് ഓൾറെഡി നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു പദ്ധതി ഏതാന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഈ ഒരു ലക്ഷപതി ദീദി എന്ന് പറയുന്ന പ്രോഗ്രാം, ഈ പറയുന്ന പ്രോഗ്രാമുകളും ഡേറ്റുകളും അതുപോലെയുള്ള ഫാക്ട്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ പ്രയോജനങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. ഇപ്പം ഈ സാമൂഹിക സമഗ്രത, അതായത് സ്ത്രീധനം, മദ്യപാനം തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങളെയൊക്കെ ചെറുക്കാൻ ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് SHG കാരണം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ചെറുക്കാൻ. അതുപോലെ ലിംഗസമത്വം, സ്ത്രീകൾ ഇപ്പം നമ്മുടെ സ്റ്റേറ്റിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾ ശാക്തീകരണത്തിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുടുംബശ്രീ അല്ലേ. അതൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതൊരു വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ശാക്തീകരണം, ലിംഗസമത്വം, അതുപോലെ അങ്ങനെയുള്ള ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളാണ് പിന്നീട് ഗ്രാമസഭയിലും തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൂടുതൽ സജീവമായി പങ്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, അതുപോലെ പ്രഷർ ഗ്രൂപ്പുകൾ ആയിട്ട് ഇത്തരത്തിലുള്ള സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും അതിലൊക്കെ ഒരു ഗ്രൂപ്പായിട്ട്, ഒരു കളക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് ഗ്രൂപ്പായിട്ട് പ്രതികരിക്കാൻ സാധിക്കുന്നു. അതുപോലെ
പലപ്പോഴും സർക്കാർ പദ്ധതികളുടെയൊക്കെ ഗുണഭോക്താക്കളായി വരുന്ന ആളുകൾ ദുർബലരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ SHGകളിലൂടെ അവരുടെ പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ ഒരു സാമൂഹിക നീതി ഉറപ്പാക്കുന്നു, സാമ്പത്തികമായിട്ടുള്ളൊരു ഇൻക്ലൂഷൻ. അപ്പോൾ അതായത് അതുവരെ പലപ്പോഴും ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇപ്പം നമ്മൾ ഒരു ജൻധൻ അക്കൗണ്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം അടുത്താണ് വന്നതല്ലേ. അപ്പം അതിനൊക്കെ മുമ്പ് ഈ ഒരു SHGകളിലൂടെയാണ് പലപ്പോഴും ആളുകൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വന്നപ്പോഴാണ് അവർ അതുവരെ ഈ വളരെയധികം ഈ മണി ലെൻഡേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഗ്രാമങ്ങളിലൊക്കെ പലപ്പോഴും മണി ലെൻഡേഴ്സിൻ്റെ ഒക്കെ കെണിയിലൊക്കെ ആയിരുന്നു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലീഗലായിട്ട് അല്ലാത്ത പല സോഴ്സുകളും ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആളുകൾ ബാങ്കുമായിട്ടൊക്കെ കണക്റ്റഡ് ആവാനൊക്കെ തുടങ്ങിയത് തന്നെ ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലൂടെ വന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ രാജ്യത്തൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ഉൾപ്പെടുത്തൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ പല സാധാരണക്കാരായ ആളുകളും അതിലെത്തിയത് ഈ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ്. അപ്പം അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഈ ഒരു ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് സാക്ഷരത എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഔപചാരികമായിട്ട് ബാങ്കിങ് സേവനങ്ങളൊക്കെ എത്താനും എല്ലാം സഹായകമായത് ഇത്തരത്തിലുള്ള സ്വയം സഹായ സംഘങ്ങൾ വന്നതിൽ പിന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് പ്രയോജനങ്ങൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ കാരണം ഉണ്ട്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഫാക്ട്സ്, പദ്ധതികൾ, പ്രോഗ്രാംസ് അതെല്ലാം പഠിച്ചു വയ്ക്കണം. അത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പായിട്ടുള്ള കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റി നെറ്റ്വർക്കാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. കേരള സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ദൗത്യത്തിലും വലിയൊരു പങ്കുവഹിച്ചിട്ടുള്ളതാണ് കുടുംബശ്രീ. അപ്പം കുടുംബശ്രീ എന്ന് പറയുന്നത് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ടാസ്ക് ഫോഴ്സിൻ്റെ ഒക്കെ ശുപാർശകൾ പാലിച്ച് ദാരിദ്ര്യം തുടച്ചു നീക്കുക, സ്ത്രീകളെ ശാക്തീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് 1998 മെയ് 17 സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ സ്പെം എന്ന് പറയുന്ന സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷന്റെ കീഴിലാണ് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. 98 മെയ് 17. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ സ്പെമ്മിൻ്റെ കീഴിലാണ്. അതുപോലെ അതിൻ്റെ ഒരു ഇരട്ട ഉദ്ദേശ പരിപാടി എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം തുടച്ചു നീക്കുക, അതുപോലെ സ്ത്രീകളെ ശാക്തീകരിക്കുക, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 98. അപ്പോൾ ഔദ്യോഗികമായിട്ട് എങ്ങനെയാണ് കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ സ്പെം എന്ന് പറയുന്ന, അതായത് നമ്മുടെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷന്റെ പേരിലാണ് ഇത് ഔദ്യോഗികമായിട്ട് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുപോലെ കുടുംബശ്രീ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? സമൃദ്ധിയുടെ കുടുംബം എന്നുള്ളതാണ്. കുടുംബശ്രീ, ശ്രീ എന്ന് പറയുമ്പോൾ സമൃദ്ധി എന്നുള്ളൊരു അർത്ഥമാണല്ലോ. അപ്പം അതാണ് ആ ഒരു മീനിങ്. അതുപോലെ ഞാൻ പറഞ്ഞു 98 മെയ് 17 അത് ആരംഭിച്ചു. അത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി EK നായനാരായിരുന്നു. ആ സമയത്ത് കേരള സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാനായിട്ടൊക്കെ ഇരിക്കുന്നത് അല്ലേ ഇപ്പോൾ. അപ്പോൾ അന്നത്തെ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു. അതുപോലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കോട്ടക്കുന്ന് മലപ്പുറത്താണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഇനാഗുറേഷൻ നടന്നത്. ഇനാഗുറേഷൻ അവിടെ നടന്നെങ്കിലും
ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങിയത് ആലപ്പുഴയിലാണ്. അപ്പം അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 99 ഏപ്രിൽ 1 ഇത് ആദ്യത്തെ ഒരു കുടുംബശ്രീ യൂണിറ്റ് ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ 98 മെയ് 17 ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ SPEM എന്നുള്ള പേരിലാണ് അത് ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉദ്ഘാടനം 98 മെയ്യിലാണെങ്കിലും 99 ഏപ്രിൽ 1 ആദ്യമായിട്ട് ആലപ്പുഴയിൽ ഒരു കുടുംബശ്രീ യൂണിറ്റ് ആയിട്ട് ഇത് തുടങ്ങിയത്. അതുപോലെ ഉദ്ഘാടനം ചെയ്തത് വാജ്പേയി ഉദ്ഘാടനം ചെയ്തത് 98 മെയ് 17 എവിടെയായിരുന്നു? മലപ്പുറത്തായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ നമ്മുടെ കുടുംബശ്രീയുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് റീച്ചിങ് ഔട്ട് ഫാമിലീസ് ത്രൂ വിമൻ ആൻഡ് റീച്ചിങ് ഔട്ട് സൊസൈറ്റീസ് ത്രൂ ഫാമിലീസ്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. അപ്പോൾ സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, അതുപോലെ ഈ കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് ഒരു മോട്ടോ ഓർത്ത് വയ്ക്കാം. അതുപോലെ ധനസഹായം എന്ന് പറയുന്നത് നബാർഡും കേന്ദ്ര ഗവൺമെന്റുമാണ്. അപ്പോൾ ആരൊക്കെയാണ് ധനസഹായം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദെൻ സൊസൈറ്റി ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുടുംബശ്രീ. തിരുവിതാംകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ചാരിറ്റബിൾ സൊസൈറ്റികൾ 55 രജിസ്ട്രേഷൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റേറ്റിൽ കുടുംബശ്രീ യൂണിറ്റുകൾ ഏറ്റവും കൂടുതൽ എണ്ണം തിരുവനന്തപുരത്താണ്. ഏറ്റവും കുറവ് കുടുംബശ്രീ യൂണിറ്റുകളുള്ളത് വയനാട്ടിലാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ കുടുംബശ്രീയുടെ വെബ് പോർട്ടലിന്റെ പേര് സ്ത്രീ ശക്തി എന്നുള്ളതാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. കുടുംബശ്രീയുടെ വെബ് പോർട്ടലിന്റെ പേര് സ്ത്രീ ശക്തിയാണ്. അതുപോലെ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ കുടുംബശ്രീ യൂണിറ്റ് മനസ്വിനി കോട്ടയത്താണ് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു കുടുംബശ്രീ യൂണിറ്റ് ഉള്ളത്. പേര് മനസ്വിനി. അതുപോലെ കുടുംബശ്രീ വെബ് പോർട്ടല് സ്ത്രീ ശക്തി. ഏറ്റവും കൂടുതൽ കുടുംബശ്രീകളുള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം. ഏറ്റവും കുറവുള്ളത് വയനാട്ടിലുമാണ്. ഓക്കെ. പിന്നെ ഈ കുട്ടികളുടെ അയൽപ്പക്ക ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ പോലെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുട്ടികളുടെ അയൽപ്പക്ക ഗ്രൂപ്പുകൾ ബാലസഭ. അത് യുനിസെഫ് പിന്തുണയുള്ള BPL ഒരു പ്രോഗ്രാമാണ്. BPL കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളെ ഗ്രൂപ്പാക്കുന്നതാണ്. ബാലസഭ എന്നാണ് പേര്. അതുപോലെ നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ മോഡലിലുള്ള കുടുംബശ്രീ പദ്ധതി ഇതുപോലെ തന്നെ അംഗീകരിച്ച മറ്റൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ത്രിപുരയാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ത്രിപുര. ഈ പറഞ്ഞിട്ടുള്ള ഈ ഡാറ്റ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഇനാഗുറേഷനും ആദ്യമായിട്ട് എവിടെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി മൈക്രോ ക്രെഡിറ്റ്, സംരംഭകത്വം, സ്ത്രീ ശാക്തീകരണം എന്നീ നിർണായകമായിട്ടുള്ള ഈ 3 ഘടകങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടാണ് കുടുംബശ്രീ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. മൈക്രോ ക്രെഡിറ്റ്, സംരംഭകത്വം, സ്ത്രീ ശാക്തീകരണം. അതുപോലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം, പ്രാദേശിക സാമ്പത്തിക വികസനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നുള്ളതാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ 50% കുടുംബങ്ങളും ഈ ഒരു കുടുംബശ്രീയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിലെ 50% കുടുംബങ്ങളും. അപ്പം എന്തൊരു വലിയ പാർട്ടിസിപ്പേഷൻ ആണ് അല്ലേ? അപ്പം അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ നേരത്തെ നമ്മൾ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ NRLM കുറിച്ച് പറഞ്ഞു അല്ലേ? അപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഗ്രാമവികസന മന്ത്രാലയം 2011 നമ്മുടെ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ കീഴിലുള്ള ഈ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ കീഴിൽ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഗ്രാമീണ ഉപജീവന മിഷൻ ഉണ്ട്. അപ്പോൾ അതിന്റെ കീഴിലുള്ള സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷനായിട്ട് SRLM ആയിട്ട് കുടുംബശ്രീയെ അംഗീകരിച്ചു 2011. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ നമ്മുടെ കുടുംബശ്രീയുടെ ആ ഒരു ഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 3 തലത്തിലാണ്. പ്രാഥമിക തലത്തിൽ അയൽപ്പക്ക ഗ്രൂപ്പുകളാണ്. അയൽപ്പക്ക ഗ്രൂപ്പുകൾ നൈബറിംഗ് ആയിട്ടുള്ള ഏരിയകളിൽ നമ്മൾ ഏറ്റവും കോമൺ ആയി കാണുന്ന അയൽപ്പക്ക ഗ്രൂപ്പുകൾ. പിന്നീട് ADS ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ. അതൊരു വാർഡ് സമിതിയാണ്. ഒരു മധ്യതലത്തിൽ പ്രാഥമിക തലത്തിൽ അയൽപ്പക്ക ഗ്രൂപ്പുകളാണ്. ഒരു മധ്യതലം എന്ന് പറയുമ്പോൾ വാർഡ് ലെവലിൽ ഏരിയ. അപ്പോൾ ഒരു വാർഡിൽ ഒന്നിലധികം കുടുംബശ്രീകൾ ഉണ്ടാവില്ല, അയൽപ്പക്ക ഗ്രൂപ്പുകൾ ഉണ്ടാവും. അത് പിന്നീട് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ ADS. അപ്പോൾ അതിനെ നമ്മൾ വാർഡ് സമിതി മധ്യതലത്തിൽ. അതിനുശേഷം
കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റികൾ, അതാണ് CDS. അത് തദ്ദേശ ഭരണതലത്തിൽ കുടുംബശ്രീ പഞ്ചായത്ത് സമിതിയാണ് CDS. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എന്തായാലും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന എന്നുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാഥമിക തലത്തിൽ അയൽപ്പക്ക ഗ്രൂപ്പ്, പിന്നീട് ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, അത് കുടുംബശ്രീ വാർഡ് സമിതിയാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റികൾ CDS എന്ന് പറയുന്നത് ഒരു കുടുംബശ്രീ പഞ്ചായത്ത് തലത്തിലുള്ളതാണ് CDS എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ചെയർമാൻ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ മന്ത്രിയാണ്, സാമൂഹ്യക്ഷേമ മന്ത്രി, പഞ്ചായത്ത്. അപ്പോൾ 2011 മുതൽ അങ്ങനെയാണ് ചെയർമാനായിട്ട് കുടുംബശ്രീയുടെ വരുന്നത്. ഇനി നമ്മുടെ സ്റ്റേറ്റിലെ കുടുംബശ്രീ മിഷന് 14 ജില്ലകളിലായിട്ട് 3 മേഖലാ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പം നോർത്തേൺ റീജിയൻ, സെൻട്രൽ റീജിയൻ, അതുപോലെ സത്തേൺ റീജിയൻ, അങ്ങനെയാണ് 3 മേഖലാ കേന്ദ്രങ്ങൾ. നോർത്തേൺ റീജിയനിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, വയനാട്. സെൻട്രലിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം, പാലക്കാട്, തൃശ്ശൂർ. സത്തേൺ എന്ന് പറയുമ്പോൾ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ആൻഡ് തിരുവനന്തപുരം. അതാണ് ആ ഒരു മേഖലകളുടെ കാര്യം. ഓക്കെ. അതുപോലെ കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ചില സാമൂഹ്യക്ഷേമ പദ്ധതികൾ നോക്കാം. ഇപ്പം 6 മാസത്തിനും 3 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയാണ് അമൃതം എന്ന് പറയുന്ന പ്രോഗ്രാം. അതുപോലെ നിരാലംബരായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ആശ്രയ. ദെൻ ഭവനശ്രീ എന്ന് പറയുമ്പോൾ മൈക്രോ ഹൗസിംഗ് ലോൺ പ്രൊജക്റ്റാണ് ഭവനശ്രീ. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായിട്ട് പ്രത്യേക സ്കൂള്, ബഡ്സ് ആണ് പദ്ധതിയുടെ പേര്. കഫേശ്രീ എന്ന് പറയുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. ഹരിതശ്രീ, കൃഷിക്ക് ഭൂമി പാട്ടത്തിനെടുക്കുക എന്നിട്ട് കൃഷി ചെയ്യുക എന്നുള്ള കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ്. അതുപോലെ സാന്ത്വനം, സമൂഹത്തിലെ ജീവിതശൈലി രോഗങ്ങളെ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറയുന്നത്. അതുപോലെ യുവശ്രീ, യുവാക്കൾക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബശ്രീയുടെ മാധ്യമ സാന്നിധ്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഏതായിരുന്നു, സ്ത്രീ ശക്തി വെബ് പോർട്ടലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം അതുപോലെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ്, കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാംസ് ഓർത്ത് വയ്ക്കുക. കുടുംബശ്രീ മിഷന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെയിംസ് വർഗീസ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്വയം സഹായ സംഘ ശൃംഖലയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ തന്നെ, ഒരുപക്ഷെ ലോകത്ത് തന്നെ വളരെയധികം വലിയൊരു സംഘമാണ് ഇത്തരത്തിലുള്ള. അതുപോലെ നമ്മുടെ രാജ്യത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്വയം സഹായ സംഘമാണ് കേരളത്തിലെ കുടുംബശ്രീ. അതുപോലെ കഴിഞ്ഞ കുറച്ച് മുമ്പ് റീസെൻ്റ് ആയിട്ട് 25ാം വാർഷിക ആഘോഷിച്ചിരുന്നു കുടുംബശ്രീ. അപ്പോൾ അതിൻ്റെ ഈ ഒരു കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശയങ്ങളൊക്കെ വിവരിക്കുകയും ഇതുവരെയുള്ള നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്ന ഒരു കൈപ്പുസ്തകം അന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പ്രകാശനം ചെയ്തിരുന്നു. അതിൻ്റെ പേരാണ് ചുവട്. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ലക്ഷ്യം. ഇപ്പോൾ കുടുംബശ്രീയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ സമ്പൂർണ്ണ ദാരിദ്ര്യം ഇല്ലാതാക്കുക. അതുപോലെ ഈ കുടുംബശ്രീയിലൂടെ കുടുംബങ്ങളെ ഉന്നമിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉന്നതിയിലെത്തിക്കുക. സ്ത്രീകളെ അവരുടെ സാമ്പത്തിക സാമൂഹിക നില മെച്ചപ്പെടുത്തുക, മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുക. അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ദാരിദ്ര്യം ലഘൂകരിക്കുക. അങ്ങനെയൊക്കെയുള്ള സാധാരണ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഒരു കുടുംബശ്രീ എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീയിലെ അംഗങ്ങൾ പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളൊക്കെ ആയി മാറി വലിയ രീതിയിലുള്ളൊരു വളർച്ചയാണ് കുടുംബശ്രീയിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ളത്. മുഖ്യധാരയിൽ ഒരുപാട് പേര് വന്നു. അതുപോലെ ഇപ്പം കുടുംബശ്രീയുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഫ്ലഡിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വയം സഹായ സംഘ ശൃംഖലയായിട്ടുള്ള കുടുംബശ്രീ 7 കോടി രൂപയാണ് സംഭാവന നൽകിയത്. അപ്പോൾ ഈ ഗൂഗിൾ, ആപ്പിൾ തുടങ്ങിയിട്ടുള്ള വലിയ കമ്പനികൾ വരെ ചെയ്തതിനേക്കാൾ വലിയ തുകയാണ് കുടുംബശ്രീ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു വളർച്ച, അല്ലെങ്കിൽ അത്രയധികം ഫൈനാൻഷ്യലി സെക്യൂർ ആയിട്ടുള്ള അങ്ങനെയുള്ള നല്ലൊരു രീതിയിൽ പോകുന്ന ഒരു സ്വയം സഹായ സംഘമാണ് കേരളത്തിൻ്റെ കുടുംബശ്രീ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ്.
അതുപോലെ മറ്റൊരു കാര്യം ഓർത്തു വെക്കേണ്ടത് മഹാരാഷ്ട്രയിലെ മഹിളാ ആർത്തിക് വികാസ് മഹാമണ്ഡലം, ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് ഇത്തരത്തിൽ അവർക്ക് പലപ്പോഴും പ്രൊഫഷണൽ സഹായം, അവരുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നേരിടാൻ വേണ്ടി പ്രൊഫഷണൽ സഹായം വരെ വേണ്ടി വന്നു. അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള ഈ ഒരു മഹാരാഷ്ട്രയിലെ മഹിളാ ആർത്തിക് വികാസ് മഹാമണ്ഡലം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് റിസോഴ്സ് സെന്ററിലൂടെയൊക്കെയാണ് അവർ സേവനങ്ങളൊക്കെ SHGകൾക്ക് കൊടുക്കാൻ ആരംഭിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പം അങ്ങനെ പല സ്റ്റേറ്റുകളിലും വളർച്ചയുണ്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക്. പക്ഷേ നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു സ്വയം സഹായ സംഘമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ത്രിഫ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ കുറിച്ച് പഠിച്ചു, അതെങ്ങനെ വന്നു എന്നുള്ളത് നോക്കി, ലോകത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ രാജ്യത്ത് അങ്ങനെയുള്ള അതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാര്യം നോക്കി, പിന്നെ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള റൂൾസ്, ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി, പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന സംരംഭങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. ഇനി മറ്റൊരു കാര്യം ഇതിൽ പറയുന്നത്, ഇപ്പോൾ കുടുംബശ്രീ ആൻഡ് ഇപ്പം നമ്മൾ ത്രിഫ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ, സ്വയം സഹായ സംഘത്തിൽ ത്രിഫ്റ്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് മിതവ്യയം അല്ലെങ്കിൽ എങ്ങനെയാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നത്, ചെറിയ രീതിയിൽ മിതവ്യയം എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ത്രിഫ്റ്റും ക്രെഡിറ്റും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു കുടുംബശ്രീയുടെ കാര്യത്തിലാണെങ്കിലും ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് പ്രോഗ്രാമാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ദരിദ്രരായിട്ടുള്ള സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്ന സ്ത്രീകളെ അയൽക്കൂട്ടങ്ങളായി സംഘടിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം തന്നെ ഈ ഒരു ത്രിഫ്റ്റ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ചെറിയ സമ്പാദ്യം, വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആളുകളായിരിക്കും, അപ്പോൾ ആ ഒരു ചെറിയ സമ്പാദ്യം ഉപയോഗിച്ച് അതിലുള്ള അംഗങ്ങൾക്ക് വായ്പ നൽകുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്, ഒരു മിതവ്യയം, ചെറിയ തുക ഉപയോഗിച്ച് എങ്ങനെ വ്യയം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് ഈ ഒരു ത്രിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഒരു ഫസ്റ്റ് പോയിന്റ്, ഒരു എൻട്രി പോയിന്റ്, ഒരു സ്വയം സഹായ സംഘത്തിൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ത്രിഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പദത്തിൻ്റെ അർത്ഥം മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, എന്നിട്ട് പിന്നീടാണ് ബാങ്കുകൾ ആയിട്ട് കണക്റ്റഡ് ആവുന്നതും ലിങ്കേജ് ഉണ്ടാവുന്നതും ബാങ്ക് ലോണുകൾ ലഭിക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയാകുമ്പോൾ അവർ ഈ ഒരു ആദ്യം തന്നെ ഇത്തരത്തിൽ ചെറിയ തുക ഉപയോഗിച്ച് അതിൽ അംഗങ്ങൾക്ക് തന്നെ വായ്പയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ നിന്നും എങ്ങനെയാണ് ഒരു ത്രിഫ്റ്റ്, ആ ഒരു സാമ്പത്തികമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് പഠിച്ചതിന് ശേഷം പിന്നീട് ലോണൊക്കെ ആകുമ്പോൾ അത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഈ ഒരു മിതവ്യയവും ക്രെഡിറ്റും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദരിദ്രരെ അവരുടെ പതിവ് ചെലവുകൾക്കായി ഉപയോഗിക്കുന്നതിൽ നിന്ന് കുറച്ച് പണം ലാഭിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ചെറിയ വായ്പകൾ ലഭ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ഭാഗത്ത്. അപ്പം ഇതിൽ കുറച്ചധികം പ്രോഗ്രാംസിൻ്റെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്, പദ്ധതികളുടെ പേര് പഠിക്കുന്നുണ്ട്, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കുറച്ചധികം ഡാറ്റയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പം ഇത്രയാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.